ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഹാപ്പി ഡേ വിത്ത് എസ്എംബിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു നോബിന് നമ്മൾക്ക് പണ്ടുണ്ടാക്കി വെച്ചത് പിന്നെ അതുകൊണ്ട് എന്തോ ഉണ്ടാക്കാമല്ലോ സ്നാക്സായിട്ട്. അപ്പോൾ സാൻഡ്വിച്ചോ എന്തോ ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അത് 3 ഒട്ടിട്ടുണ്ട് കേട്ടോ. അത് 3 ഒട്ടിച്ച് ചതച്ചതാണ്. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഗ്രൈൻഡറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ചെറുതായിട്ട് അരിയേണ്ട ആ ടൈം നമുക്ക് സേവ് ചെയ്ത് കിട്ടും. അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് മൂത്തതിന് ശേഷം അതിട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പിട്ടിട്ട് വഴറ്റുക. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്നതിന് ശേഷം നന്നായിട്ട് അടിയൊന്നും വേണ്ട കേട്ടോ. ഒന്ന് കടിക്കുന്ന ഒരു പരുവ അത് വഴന്നതിന് ശേഷം മല്ലിയിലയും കൂടി ഇട്ടു. പിന്നെ ഞാനിത് ചിക്കന് പച്ചയായിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ് കേട്ടോ. അതും കൂടി ഇട്ടിച്ച് ഇതെല്ലാം കൂടി വേവിക്കുകയാണ്. ഇത് സാൻഡ്വിച്ചിനെല്ലാം വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ എന്താ സ്നാക്സ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ പിന്നെ ഗരം മസാലയും കൂടി യൂസ് ചെയ്യുക. പിന്നെ വേണമെങ്കിൽ കുരുമുളകും കൂടി എരിവ് നോക്കിയിട്ട്. പച്ചമുളക് ഞാൻ ആദ്യം തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പച്ചമുളക് കുറച്ച് എരിവ് കുറവാണ്. അപ്പോൾ ഞാനങ്ങനെ 3 പച്ചമുളകാണ് ഈ അളവിന് ചേർത്തിട്ടുള്ളത്. പിന്നെ 4 ചെറിയ ഉള്ളി, അതായത് വലിയ സാധാ ഉള്ളി തന്നെ അതിൻ്റെ സൈസ് ചേർത്ത് അങ്ങനെയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ചേർത്തത് 3 പച്ചമുളക്, പിന്നെ മല്ലിയില ഒരു കൈപ്പൊടി അത് ചെറുതായി അരിഞ്ഞത് അങ്ങനെയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 1.5 ടീസ്പൂണ് ഗരം മസാല. ഇനി ഇതിൽ 1 ടേബിൾ സ്പൂണ് കുരുമുളകും കൂടി ചേർത്തിട്ട് പിന്നെ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഈ ചിക്കൻ വേവണം. അപ്പോൾ ഞാൻ ചിക്കൻ കുറവായത് കാരണം അതിൽ മസാലയിൽ ചിക്കൻ ഒരു കുറവായിട്ട് തോന്നി. അപ്പോൾ ചിക്കൻ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. ചിക്കൻ്റെ ചെസ്റ്റ് പീസാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഏത് ഭാഗം വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതാകുമ്പോൾ എന്ന് വെച്ചാൽ ചിക്കന് കുറച്ചും കൂടി മസാല പിടിച്ച പോലെ തോന്നും. ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങളിങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം, സാധാ മസാലയിൽ നിന്ന് വ്യത്യാസമായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ടോ റെസിപ്പി ആയിട്ടോ വരുന്നവരേക്കും ബായ്. ഇത് നമ്മൾ ഈ കണ്ടോ വറവെന്നോ എന്താ പറയുക, കണ്ടം അങ്ങനെ ഒന്നും പറയില്ലേ. അത് കുറച്ചും കൂടി തിളപ്പിക്കുമ്പോൾ ചിക്കൻ വേവിക്കുന്ന പോലെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ വെള്ളം ഇറങ്ങി വന്നാൽ വെള്ളം മാറ്റിയിട്ട് നമുക്ക് സൂപ്പോ എന്തെങ്കിലും ഉണ്ടാക്കാം, കറിക്കത്തോ എന്തെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ എന്നിട്ട് ഇത് വറന്ന് വന്നതിന് ശേഷം മാത്രം ഓഫ് ചെയ്താൽ മതി. ആ വെള്ളം കംപ്ലീറ്റ് പോവണം. എന്നാൽ മാത്രമേ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറ്റൂ. അതായത് ഇപ്പോൾ റമദാൻ മാസം തുടങ്ങാൻ ഇനിയും ഉണ്ടല്ലോ. അപ്പോൾ ആ ഫസ്റ്റ് ഡേ എങ്കിലും നമുക്കിത് ഉപയോഗിക്കണമെങ്കിൽ ഇത് ചീത്തയാവാണ്ടിരിക്കണ്ടേ. അപ്പോൾ നമുക്കത് അങ്ങനെ സാൻഡ്വിച്ചിൽ ഉണ്ടാക്കാനോ എന്തെങ്കിലും ഉണ്ടാക്കാനോ ഉപയോഗിക്കണമെങ്കിൽ കുറച്ചൊരു വറവ് പോലെ ആയതിനു ശേഷം മാത്രം ഓഫ് ചെയ്ത് വെക്കുക. ആ വെള്ളം കംപ്ലീറ്റ് നമുക്ക് ഇതിൽ നിന്ന് മാറ്റണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വേണ്ട ഈ കുട്ടി റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും റമദാൻ മുബാറക്ക്. ബായ്.